എല്ലാവർക്കും ടെക്ലൈമസിലെ സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന IQ Z9Sഉം IQ Z9S Pro നമ്മൾ കമ്പാരിസൺ ആണ്. സോ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്യായിരുന്നു IQ Z9S എന്നും പറഞ്ഞിട്ട്. സോ അത് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം അത് IQ Z9S ആയിട്ടല്ല ശരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത്, IQ Z9S Pro ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. കാരണം സ്പെക്കൊക്കെ ഒരുമാതിരി അതായിട്ടാണ് ഒരു മാച്ചിങ് വരുന്നത്. ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ IQ Z9Sന്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ അടുത്തിറങ്ങിയ നമ്മുടെ Vivo V40 ഇല്ലേ, അതിൻ്റെ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ബാക്ക് ഡിസൈനൊക്കെ ഗ്ലാസ് ബാക്ക് ആയിരിക്കും വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. 7.49 mm ആണ് തിക്നെസ് വരുന്നത്. അതാണ് ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ പറയാൻ പോകുന്നത്. പിന്നെ IP റേറ്റിംഗിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതേസമയം IQ Z9S Proൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ IQ 12ൻ്റെ ഡിസൈനാണ് വരുന്നത്. ബാക്കിലെ ക്യാമറ ഡിസൈനൊക്കെ IQ 12ൻ്റെ ആണ് വരുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ് ബാക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു വീഗൽ ലെതർ ബാക്കും വരുന്നുണ്ട്. 2 വേരിയൻറ്റ് വരുന്നുണ്ട് അതിന്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് അതും വരുന്നത്. സോ ഡിസ്പ്ലേ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.78 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 120 Hz 3D കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത് IQ Z9Sൽ. പിന്നെ 1800 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ്, 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത് HDR10+ സപ്പോർട്ട് ഉണ്ട്. IQ Z9S Proൻ്റെ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് സെയിം എന്താ പറയുക സൈസൊക്കെ ആയിട്ടാണ് വരുന്നത്. 6.78 ഇഞ്ചിൻ്റെ ഒരു 3D കർവ് ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്, 1.5K ആണോ അല്ലെങ്കിൽ ഫുൾ HD പ്ലസ് ആണെന്നൊരു ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്ത റെസൊല്യൂഷൻ്റെ കാര്യം. ഇത് 120 Hz ആണ്, 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് അതിലും വരുന്നുണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4500 നിറ്റ്സ് ആണ് ഇവിടെ ബ്രൈറ്റ്നസ് വരിക. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ ഡിസ്പ്ലേ കാര്യത്തിൽ ആ ബ്രൈറ്റ്നസിൻ്റെ കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി വരുമ്പോൾ റെസൊല്യൂഷൻ കൂടുമെന്ന് അറിയത്തില്ല, അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ലീക്കൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഓഡിയോയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാണും. രണ്ടിലും ഹെഡ്ഫോൺ ജാക്ക് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ പെർഫോമൻസ് ആണ്. പെർഫോമൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. IQ Z9Sൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പറഞ്ഞാൽ MediaTek Dimensity 7300 ആണ്. LPDDR4X RAM, UFS 3.1 സ്റ്റോറേജ് ആണ് വരാൻ പോകുന്നത്. സോ Dimensity 7300 അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. എന്തായാലും 7200 അത്ര പവർഫുൾ അല്ല, എന്നാലും അതിനേക്കാളും തൊട്ട് താഴെ നിൽക്കുന്ന ഒരു പ്രോസർ തന്നെയാണ്. BGMI നമുക്ക് 60 FPS ഒക്കെ എന്തായാലും കിട്ടും. പിന്നെ നമ്മൾ IQ Z9S Proൻ്റെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് Snapdragon 7 Gen 3 ആണ് ഇവിടെ വരുന്നത്. നമുക്ക് അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. ഏതാണ്ട് 8 ലക്ഷത്തിന് മേളിൽ ആൻറ്റിറ്റി സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നൊരു പ്രോസറാണ്. സോ ഡേ ടു ടാസ്ക് ആയിട്ടുള്ള ഗെയിം ആയിക്കോട്ടെ ഒരു കുഴപ്പം നിൽക്കണ്ടാവില്ല, അടിപൊളിയായിരിക്കും പെർഫോമൻസും കാര്യങ്ങളൊക്കെ. LPDDR5 RAM, UFS 3.1 സ്റ്റോറേജ് ആണെന്നാണ് പറയുന്നത് അതിൻ്റെ കാര്യത്തിൽ. സോ പെർഫോമൻസ് അടിപൊളിയായിരിക്കും. നമ്മൾ നെക്സ്റ്റ് നമ്മൾ OSൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടിലും FunTouchOS 14 ആണ്. 2 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. പിന്നെ FunTouchOS ആയതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോട്ട്വേഴ്സും ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇച്ചിരി പണിപ്പെടണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള UI തന്നെയാണ് വരുന്നത്. ഗെയിമിങ്ങിന് പ്രത്യേകിച്ച് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള UI ആണ്. നെക്സ്റ്റ് നമ്മൾ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് IQ Z9Sൻ്റെ നമ്മൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് പുറകിൽ. ഒരു 50 MP പ്രൈമറി സെൻസറാണ്, f1.8 ആപ്പച്ചർ ആണ് വരുന്നത്. Sony IMX882 ആണ് വരുന്നത്, OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് നമുക്ക് 2 MP മാക്രോ അല്ലെങ്കിൽ ഡെപ്ത് കാണും. പിന്നെ ഒരു 16 MP സെൽഫി. അതേസമയം IQ Z9S Pro ആണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പുറകിൽ. 50 MP ഒരു പ്രൈമറി സെൻസറാണ്. Sony IMX882 ആണ് വരുന്നത്, ഇവിടെ OIS വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് ആയിട്ട് 8 MP അൾട്രാ വൈഡ്, പിന്നെ 2 MP മാക്രോ അല്ലെങ്കിൽ ഡെപ്തും വരുന്നുണ്ട്, 16 MP സെൽഫി. സോ ക്യാമറയുടെ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഡിസൈൻ്റെ കാര്യത്തിൽ വ്യത്യാസം ചെറുതായിട്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ബാറ്ററി കാര്യത്തിലാണ്. ബാറ്ററി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ രണ്ടിലും ബാറ്ററി കപ്പാസിറ്റി സെയിം ആണ്, 5500 mAh ആണ് രണ്ടിലും വരുന്നത്. IQ Z9Sൽ 5500 mAh ബാറ്ററി 44 വാട്ട് ചാർജർ ആണെങ്കിൽ ബോക്സിൽ കിട്ടും. പിന്നെ അതേസമയം IQ Z9S Proയിലാണെങ്കിൽ 5500 mAh ബാറ്ററി 80 വാട്ട് ചാർജറാണ്. സോ ഇരട്ടി നമുക്ക് ചാർജിങ് സ്പീഡ് കിട്ടുന്നുണ്ട്, അവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 2 5G ആയിരിക്കും. 2 5G ആയിരിക്കുന്നല്ല, അതിനാണ്. പിന്നെ വൈഫൈയുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം കാണും. പിന്നെ ബ്ലൂടൂത്തിൻ്റെ കാര്യത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് നമ്മൾ പ്രൈസിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ IQ പറഞ്ഞെന്ന് പറഞ്ഞാൽ 2 സ്മാർട്ട് ഫോൺസും 25,000 താഴെ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അത് വെച്ച് നോക്കുവാണെങ്കിൽ IQ Z9S മിക്കവാറും ഒരു 18,000 തൊട്ട് 20,000 റേഞ്ചും, IQ Z9S ഒരു 20,000 തൊട്ട് 22,000 തൊട്ട് 25,000 റേഞ്ചാണ് സാധ്യത കൂടുതൽ. അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. 25,000 മേളിൽ പോയി കഴിഞ്ഞാൽ ഇച്ചിരി പണിയാണ്. 25,000 താഴെ ആണെങ്കിൽ IQ Z9S നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം കർവ് ഡിസ്പ്ലേ ആണ്, 7 Gen 3 ആണ് വരുന്നത്, അടിപൊളി പ്രോസറാണ്. Z9S എന്നൊരു നല്ല ഫോൺ തന്നെയാണ്. CMF ഫോൺ 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ബെറ്റർ സ്പെക്കും കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട്. സോ നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.